ചെയ്യുന്നൊരുത്തനാണ് ഞാൻ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിലും ഞാൻ അവന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണ്. ബഅലുകളിലും മറ്റുമൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. നാട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുത്തനാണ് ഈ വിനീതൻ. ഒരിക്കലും ശപിക്കുകയോ അല്ലെങ്കിൽ അവർ മോശമാണ് വെടക്കാടെന്നല്ല. പടച്ചവനെ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, അവർക്കൊക്കെ നല്ല ഭാവി കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ബഅലുകളിൽ വെച്ച് നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുവനാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഞാനിവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ പെങ്ങളെ, എൻ്റെ പെൺകുട്ടികളോട്, ഈ കാലഘട്ടത്തിലെ മക്കൾ, എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോളെ, പ്രേമിച്ചിട്ടല്ല കെട്ടലും കെട്ടിക്കലും, പ്രേമിച്ചിട്ടല്ല കെട്ടലും കെട്ടലും, മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് തന്നെ കല്യാണം കഴിക്കണം, കഴിപ്പിക്കുകയും വേണം. നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരുത്തന് വഴിപ്പെടാ, ബാപ്പയുടെ നിർബന്ധത്തിന് വഴി, അങ്ങനൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടല്ലോ, നിർബന്ധിച്ച് ഇന്ന പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിക്കണം എന്ന് ആൺകുട്ടികളെ നിർബന്ധിക്കുക. അത് മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല. ഒരിക്കലും മാതാപിതാക്കൾ ആ വിഷയത്തിൽ, ഞാനും ഉമ്മയും പോയി നോക്കി കണ്ട് നിനക്ക് കണ്ടുവച്ചൊരു പെണ്ണ്, ആ പെണ്ണ് നീ കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മക്കളില്ല, അങ്ങനത്തെ ഒരു മോനില്ല എന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അതവരുടെ വിവരക്കേടാണ്, അതവരുടെ വിവരക്കേടാണ്. പാടില്ലെന്ന തീം പഠിപ്പിച്ചത്. ആൺകുട്ടികൾ, ഒരാൺകുട്ടി കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് ആ പെൺകുട്ടിയെ നോക്കൽ സുന്നത്താക്കി കൽപ്പിച്ചില്ല. എന്തിനാണെന്നറിയോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനാണ്. ഒരന്യ പെൺകുട്ടിയെ കാണാൻ ഇസ്ലാമിൽ പറ്റില്ല. പക്ഷേ നിക്കാഹിന്റെ മുന്നോടിയായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ആ നോക്കി ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിച്ചാൽ മതി. മാതാപിതാക്കളുടെ ഷാഢ്യം, ഉമ്മ പറയാ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വീട്ടുകാർക്ക്, ബാപ്പ പറയാ ഞാനും ആ തറവാട്ട് എന്തൊരു നല്ല തറവാടാണ്, ഞാൻ അവിടെ വാക്ക് കൊടുത്തവരാണ്, ഞാനും ഉമ്മ പോയി ഇഷ്ടപ്പെട്ടു, എന്നിട്ട് അവൻ കല്യാണം കഴിക്കുന്നില്ല. എത്ര മോശം! ഞങ്ങളാകെ വഷളായി. ഒരു വഷളത്തരുമില്ല. നിങ്ങളെ വൃത്തി അല്ല, വിവരക്കേടാണ്. മാതാപിതാക്കളുടെ വിവരക്കേടാണത്. അത് നമുക്ക് മൂടി വെക്കാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് കല്യാണം കഴിക്കണോ, ആൺകുട്ടികൾക്ക് ഇസ്ലാമിൽ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കല്യാണം കഴിക്കുക. അല്ല എങ്കിൽ അവർക്ക് പറയാം എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഒരിക്കലും ഉമ്മാക്ക് വെറുപ്പ് തോന്നരുത്, ഉപ്പാക്കും വെറുപ്പ് തോന്നരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് മാതാപിതാക്കളാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. മാതാപിതാക്കൾ അതിനൊരു വിഷയമുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് പറ്റിയ ചെക്കനെ, വളരെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പെൺകുട്ടികൾ പറയാൻ അവർ തന്നെ നോക്കാം, ഉമ്മയൊപ്പി ഏൽപ്പിക്കുക, നിനക്കിഷ്ടമുള്ള നീ തന്നെ പോയി നോക്കിക്കോ, ഉറപ്പിച്ചോ, നിനക്കിഷ്ടമുള്ള ചെക്കനെ നീ ഉറപ്പിച്ച് വെച്ച ആളാണ്. മാതാപിതാക്കൾ മുഖത്ത് നോക്കി പറയേ പെൺകുട്ടികളോട്. എന്തൊരു കാലമായി പോയി നോക്ക് നിങ്ങൾ. അപ്പോൾ മാതാപിതാക്കളാണ്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക്, മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി. പക്ഷെ മാതാപിതാക്കൾക്ക് അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. അവർക്കതിലൊരു പവർ കൊടുക്കണം. എന്തിനാണെന്നറിയോ? അദബിൻ്റെ ഭാഗമാണ്. എന്തിനും ഒരു അദബുണ്ട്. ആ അദബ് തെറ്റിപ്പോകരുത് എന്നർത്ഥം. പ്രണയവിവാഹം എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്ന മക്കളെ, പ്രണയ കല്യാണം, പ്രേമിച്ച് കല്യാണം കഴിക്കൽ കൊണ്ട് 15-16 ഭവിഷ്യത്തുകൾ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിന്ന് 3 കാര്യം അതിൽ പറയുന്നുള്ളൂ. ഒന്ന്, പ്രേമിച്ച് കല്യാണം കഴിച്ച ആ കല്യാണത്തിലൂടെ വളരുന്ന ഈ പെൺകുട്ടിയും ആൺകുട്ടിയും അവർക്ക് എന്നാണ് അല്ലാഹു തആല മനസ്സമാധാനം കൊടുക്കുക, എന്നാണ് അല്ലാഹുവിന് ശാന്തി കൊടുക്കുന്നത്? 2 പേർക്കും സംശയമായിരിക്കും. കാരണം അവർ കെട്ടിയത് അങ്ങനെയല്ലേ. പെണ്ണിന് ഈ ചെക്കനെ അവർ ഉണ്ടാവില്ല. ഈ പെൺകുട്ടിക്ക് എപ്പോഴും അവൻ എന്നെ പ്രേമിച്ച് കെട്ടിയാൽ അങ്ങനെ വേറെ പ്രേമിക്കുന്നുണ്ടാകുമാണ്. ഈ ചെറുപ്പക്കാരനോ പുതിയാപ്പിളക്ക് ഒന്നും ഇവളെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവളെ ഞാൻ പ്രേമിച്ച് കെട്ടിയല്ലേ, അവളങ്ങനെ വഴിപ്പെട്ടല്ലേ, അവളങ്ങനെ എത്ര ചെക്കന്മാരൊത്തി ജീവിക്കുന്നുണ്ടാവും. ഏത് സമയത്ത് 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസമില്ലാത്ത ദമ്പതികൾക്ക് മനസ്സമാധാനം ഉണ്ടാവും. വല്ലാത്തൊരു മുസീബത്താണല്ലോ. ചില തെറ്റിദ്ധാരണ, എന്താ പറയുക, ചില രോഗങ്ങളുടെ സംശയ രോഗം എന്നാണ്.
സംശയരോഗമുള്ള ഒരു പെണ്ണിന് ഭർത്താവിനെ കുറിച്ച് സംശയരോഗമുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ, വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, അള്ളാഹു കാക്കട്ടെ. സംശയരോഗമുണ്ടായ കുടുങ്ങി. നമ്മെക്കുറിച്ച് നമ്മുടെ ഭാര്യയ്ക്കൊരു സംശയം, അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കാൻ വേണ്ടി വേറെ എവിടേക്കും പോവുകയാണ്, പിന്നെ അങ്ങനെ വന്നു നോക്കും, എല്ലാം പ്രശ്നമായിരിക്കും. ഗൂഡല്ലൂർ പോകുന്ന വെച്ചാൽ എന്തിനങ്ങളവിടെ പോയേക്കും, നിങ്ങളെന്തിനാ അവിടെ പോയത്? ഒരു പെണ്ണിന് സംശയരോഗം വന്ന അദാബ് കണ്ടവരില്ലട്ടാ. മറിച്ചും അങ്ങനെ തന്നെയാണ്, മറിച്ചും അങ്ങനെയാണ്. ഇപ്പം നമ്മളെ പറവൂർ ഉസ്താദ് 30 കൊല്ലത്തോളം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ പോയതാണ് പറവൂർ ഉസ്താദ്. അവർക്കൊക്കെ അറിയാം. നിങ്ങൾ നോക്കി, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഞാൻ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളുണ്ട്, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങേയില്ല. ഇപ്പോൾ ജോലിയില്ല, ഒന്നുമില്ല. മക്കളൊക്കെ വളർന്ന്, മക്കളിങ്ങനെ 2 കുട്ടികൾ, അവരിങ്ങനെ കരയും. 2 പാവപ്പെട്ട മക്കൾ. ബാപ്പ വീട്ടിൽ നിന്ന് അനങ്ങില്ല. എന്താ അറിയോ? ഉമ്മാനെക്കുറിച്ച് സംശയം. എന്ത് മനുഷ്യന്മാർ! നിങ്ങൾക്ക് മനസ്സിലായോന്നാവോ? 4-5 കുട്ടികളുണ്ട്, വലിയ വലിയ മക്കള്. അതിൽ മോളെ കെട്ടിച്ചിട്ടുണ്ട്, മോൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അപ്പം എന്താ, ഈ പെണ്ണ് ബാത്റൂമിൽ പോകുന്നുവെങ്കിലും ഇയാൾ ആ പരിസരത്തുനിന്ന് പോയി നോക്കും. ഇപ്പം നമ്മളെ അറിവിലൊരാളുണ്ട്, നമ്മളൊക്കെ കുറേ പറഞ്ഞു നോക്കിയാണ്, എന്ത് മനുഷ്യനാണ് ഞങ്ങൾ ആയുസ് നിരക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ആ ഓളെ പേടി തന്നെയാണ് അത്ര. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ആണിന് സംശയരോഗം ഉണ്ടായാണ്ടല്ല, എന്തിനു പറ്റും പിന്നെ ഈ ആണിനെ? ഭാര്യയെക്കുറിച്ചുള്ള സംശയരോഗമായിട്ട് ഇങ്ങനെ നടക്കുക, നഊദു ബില്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ, പ്രണയ കല്യാണം നടത്തിയിട്ട് അവർ കുറച്ചൊക്കെ ഇങ്ങനെ ആ പ്രസരിപ്പ് സമയത്ത് ഇങ്ങനെ നല്ല ചെറിയും കളി ഓട്ടൊക്കെയാണ്. പിന്നെ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ടും വിശ്വാസമല്ല, ഇങ്ങോട്ടും വിശ്വാസമല്ല. പിന്നത്തെ ജീവിതം നോക്കും നിങ്ങൾ. ഏതാട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രണയവിവാഹം കൊണ്ട് 3 കാര്യങ്ങളാണ് ഈ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്നത്.